My dear children, very good morning. Today we are going to prepare balance sheet of joint stock companies. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് ഓഫ് ആലപ്പ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2018 പ്രിപ്പയർ ഇറ്റ്സ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആലപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലെഡ്ജർ ബാലൻസസ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ബേസിൽ നമ്മൾ ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐറ്റംസ് ഞാൻ വായിക്കാം. ഗുഡ് വിൽ 1 lakh, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 1,30,000, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ 50,000 ഷെയർസ് ഓഫ് ₹10 each. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh ആണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് 1,30,000, സെക്യൂരിറ്റി പ്രീമിയം 50,000, general reserve 30,000, patent rights 60,000, land and building 1 lakh, furniture 1,30,000, plant and machinery 5 lakh, surplus 70,000, 8% debentures 3 lakh, trade payables 60,000, provision for employee benefits long term ആണ് തന്നിട്ടുള്ളത് 70,000, investment in government securities 1 lakh, long term loans debit ആണ് തന്നിട്ടുള്ളത് 60,000, trade receivables 10,000, inventories 1 lakh. ക്വസ്റ്റ്യൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് 20,000, ക്യാഷ് ഇൻ ബാങ്ക് 30,000, deferred tax liabilities 1,20,000, unpaid dividend 3,000, income received in advance 7,000. Authorized capital of the company is 1 lakh, equity shares of ₹10 each, of which 50,000 shares were issued. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ആണ്. അതിൽ 50,000 ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാപിറ്റൽ മുകളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 lakh എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇത് മുഴുവൻ എഴുതിയെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഫോർമാറ്റ് പ്രകാരം അസറ്റിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ. അതായത് നോൺ കറൻറ്റ് അസറ്റും കറൻറ്റ് അസറ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി, ലയബിലിറ്റീസിൽ തന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റിയും കറൻറ്റ് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, അതിൻ്റെ ഫോർമാറ്റ് വഴി ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൽ 2ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അസറ്റ് ഉണ്ട്, അതേപോലെ രണ്ടാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഉണ്ട് അല്ലേ. അസറ്റ്സിൽ തന്നെ നോൺ കറൻറ്റ് അസറ്റും കറൻറ്റ് അസറ്റും ഉണ്ട്. അതേപോലെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന സൈഡിൽ 3 ക്ലാസിഫിക്കേഷനാണ്: ഇക്വിറ്റി, നോൺ കറൻറ്റ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഐറ്റംസും ഏത് ഹെഡിലാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡ് വിൽ എന്ന് പറയുന്ന ഐറ്റം നമുക്കറിയാം ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് വരുന്ന ഇത് എവിടെയാണ്? നോൺ കറൻറ്റ് അസറ്റിലാണ് അല്ലേ. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റിൽ നിങ്ങൾ ഗുഡ് വിൽ എന്ന് പറയുന്ന ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഗുഡ് വിൽ എന്ന് പറയുന്ന ഐറ്റം നേരിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 1,30,000. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാം ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ, അതർ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അത് മാറ്റണം. സോ ഇവിടെ നമുക്ക് വരേണ്ടത് അതർ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിൻ്റെ താഴെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ തന്നെ മാർക്ക് ചെയ്യുക ഇതെവിടെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഗുഡ് വില്ലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും അസറ്റിൽ നോൺ കറൻറ്റ് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൻ്റെ താഴെയാണത് നമ്മൾ കാണിക്കാം. ദെൻ ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഇക്വിറ്റിയിൽ തന്നെ അതർ ഇക്വിറ്റിയിലാണ് വരുന്നത്. കാരണം നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവും റീറ്റെയിൻഡ് ഏർണിങ്സും സർപ്ലസൊക്കെ ഇക്വിറ്റിയിൽ തന്നെയാണ് അത് വരിക. അപ്പോൾ ഇക്വിറ്റിയിൽ മറ്റൊരു ഹെഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതർ ഇക്വിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ ക്യാപിറ്റൽ റിസർവ് കാണിക്കണം.
ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർമാറ്റ് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്ന ഐറ്റം അതർ ഇക്വിറ്റിയാണ്. സെക്യൂരിറ്റി പ്രീമിയം കമ്പനിയുടെ റിസർവിലേക്ക് പോകുന്നതാണ്, അതർ ഇക്വിറ്റിയിലേക്കാണ് അത് വരുന്നത്. ജനറൽ റിസർവ് റിസർവാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, അതേപോലെ തന്നെ സർപ്ലസ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ അതർ ഇക്വിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ദെൻ പേറ്റൻറ്റ് റൈറ്റ്. പേറ്റൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണല്ലേ. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ കറൻറ്റ് അസറ്റിലാണ് അത് കാണിക്കേണ്ടത്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അത് കാണിക്കാൻ പാടില്ല. അതിന് കോമൺ ആയിട്ട് നമ്മൾ അവിടെ പറയുന്ന പേര് PPE, അതായത് പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ് അല്ലെ, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന പേരിലാണത് കാണുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഐറ്റംസിൻ്റെ ടോട്ടലാണ് അവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ സർപ്ലസ്. സർപ്ലസ് ഞാൻ പറഞ്ഞു നെറ്റ് പ്രോഫിറ്റ് പോലെ തന്നെയാണ്. സർപ്ലസ് നമ്മൾ എവിടെ കാണിക്കണം? അതർ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിലേക്ക് കൊണ്ടുവരണം. ദെൻ 8% ഡിബഞ്ചർ. കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ഡിബഞ്ചർ. പക്ഷേ ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി കടമെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ കമ്പനിക്ക് അത് ലയബിലിറ്റിയാണ്. അപ്പോൾ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കുക. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും ലോങ് ടേമിലേക്കാണ്. അപ്പോൾ അത് നോൺ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിലേക്ക് കാണിക്കണം. ലോങ് ടേം ലയബിലിറ്റി എന്നാണ് അത് വരിക. ലോങ് ടേം ബോറോയിങ്സ് എന്നുള്ള പേരിലാണത് കാണിക്കുക. നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ടാണ് ഡിബഞ്ചർ കാണിക്കേണ്ടത്. ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം എന്ന് ക്വസ്റ്റ്യനിൽ തരും. പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ടാണ് ട്രേഡ് പേയബിൾസ് വരുന്നത്. ഓക്കെ, പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനഫിറ്റ്സ് ലോങ് ടേം. അപ്പോൾ ലോങ് ടേം എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു ഹെഡ് നിങ്ങൾക്ക് കാണാം. അവിടെയാണ് ഈ എമൗണ്ട് നിങ്ങൾ കാണിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോൺ കറൻറ്റ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. സെക്യൂരിറ്റീസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അത് കാണിക്കണം. നോൺ കറൻറ്റ് അസറ്റിലാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ലോങ് ടേം ലോൺസ് ഡെബിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് കമ്പനി ലോണ് കൊടുക്കുന്നതാണ്. അപ്പോൾ കമ്പനി ലോണ് കൊടുക്കുന്നതായതുകൊണ്ട് അത് ഡെബിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ലോങ് ടേം ലോൺസ് 60,000 നോൺ കറൻറ്റ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റിൽ ലോൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ പറയുന്ന ലോങ് ടേം ലോൺസ്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ അത് കമ്പനി പുറത്തുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ട്രേഡ് റിസീവബിൾസ് ലോങ് ടേം എന്ന് തരികയാണെങ്കിൽ ലോങ് ടേം ആയിട്ട് അത് ട്രീറ്റ് ചെയ്യണം. ഇവിടെ ഒന്നും പറയാത്തത് കൊണ്ട് അത് ഷോർട്ട് ടേം ആണ്. അതുകൊണ്ട് അത് കറൻറ്റ് അസറ്റിൽ ഫിനാൻഷ്യൽ അസറ്റായിട്ട് നമ്മൾ കാണിക്കണം. ദെൻ ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറൻറ്റ് അസറ്റാണ്. കറൻറ്റ് അസറ്റിൽ ഇൻവെൻട്രീസ് നേരിട്ട് പോസ്റ്റ് ചെയ്യാം. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് അറിയുന്ന കാര്യമാണ്. കറൻറ്റ് അസറ്റിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് എന്ന് പറയുന്ന ഐറ്റമാണത്. ഓക്കെ, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്കറിയാം, അത് നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി കറൻറ്റ് ടാക്സ് ആണ് തരുന്നതെങ്കിൽ അത് കറൻറ്റ് ലയബിലിറ്റിയിലാണ് വരിക. ഓക്കെ, സോ ഹിയർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അൺപെയ്ഡ് ഡിവിഡൻറ്റും ഇൻകം റിസീവ്ഡ് അഡ്വാൻസസിനെ നമുക്ക് കറൻറ്റ് ലയബിലിറ്റി, അതർ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ക്യാഷ് ഇൻ ബാങ്ക് കറൻറ്റ് അസറ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന ഐറ്റം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഫോർമാറ്റിൽ. ആ ബാങ്ക് ബാലൻസ് ആയിട്ടാണ് നമ്മളിവിടെ എമൗണ്ട് അവിടെ ഫോർമാറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതേണ്ടത്. ക്യാഷ് ഇൻ ബാങ്ക് എന്നല്ല, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് നമ്മൾ മാറ്റണം. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ഐറ്റംസ് എടുത്തെഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിന് നേരെ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഐറ്റംസ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ സൈഡിൽ നിങ്ങളതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനും പ്രോബ്ലം ചെയ്യാനും അത് എളുപ്പമായിരിക്കും.
ഇനി നമുക്കിതിൻ്റെ ഫോർമാറ്റ് വരച്ച് പ്രോബ്ലം ചെയ്യാം. So provide heading Statement of Financial Position at the year end of 31st March 2018. കമ്പനിയുടെ നെയിം ഇവിടെ എഴുതാം, ആലപ്പ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ഇനി ഈ കമ്പനിയുടെ പേര് എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്കറിയാം എത്ര കോളം വേണം. പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, കറൻറ്റ് ഇയറും പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കോളം വേണം. ഓക്കെ, അപ്പോൾ ഒരു ഹെഡിൽ തന്നെ ഒന്നിലധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ നോട്ട് നമ്പർ നിങ്ങളിവിടെ കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് അസറ്റ് സൈഡാണ്. അസറ്റിൽ ആദ്യത്തെ ഐറ്റം നമുക്ക് നോക്കാം, നോൺ കറൻറ്റ് അസറ്റാണ്. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റ് നിങ്ങൾ ഈ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് ഐറ്റം നമുക്കറിയാം, അസറ്റിലെ ഫസ്റ്റ് ഐറ്റം നോൺ കറൻറ്റ് അസറ്റാണ്. നോൺ കറൻറ്റ് അസറ്റിൽ ആദ്യത്തെ ഐറ്റം ഏതാണ് മക്കളെ? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ ഞാൻ പറഞ്ഞു ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ബെയറർ പ്ലാന്റ്സ്, ഇതെല്ലാം പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ അണ്ടറിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ PPE ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിരുന്നു അല്ലേ. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. അതെല്ലാ ഐറ്റംസും നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിന് ഏകദേശം ഒരു സ്ഥലം വിട്ടിട്ട് നിങ്ങൾ താഴെ ഒരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതുപോലെ വർക്കിംഗ് നോട്ട് കൊടുക്കുക, നോട്ട്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിൽ നോട്ട് നമ്പർ 1 ആദ്യത്തെ ഐറ്റം ഏതാണ്? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 3 ഐറ്റംസ് ഞാൻ എടുത്തെഴുതിയിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ 1 lakh rupees. ആൻഡ് ഫർണിച്ചർ 1,30,000. പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 5 lakh. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റംസും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1 lakh, ഫർണിച്ചർ 1,30,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 5 lakh. അപ്പോൾ 3 കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 7,30,000 ആണ് ഇവിടെ PPE എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 7,30,000. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഐറ്റംസ് നിങ്ങൾ എടുത്തെഴുതരുത്, പകരം ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഫോർമാറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമ്മൾ നോട്ട് ചെയ്തു. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് തന്നിട്ടില്ല അല്ലേ. അതായത് ലാൻഡ്, ബിൽഡിങ്ങിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തരുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റി തന്നിട്ടുണ്ട്, പക്ഷേ ആ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അസറ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അടുത്തത് 4ാമത്തെ ഐറ്റം നോക്കൂ, ഗുഡ്വിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗുഡ്വിൽ എന്ന് പറയുന്ന ഐറ്റം എഴുതി നേരെ അതിൻ്റെ എമൗണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. സോ ഹിയർ ഗുഡ്വിൽ 1 lakh നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നേരിട്ട് എഴുതാം. ഇൻടാഞ്ചിബിൾ അസറ്റായിട്ടുള്ള ഗുഡ്വിൽ സെപ്പറേറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഗുഡ്വിൽ എടുത്ത് എഴുതാം 1 lakh. അടുത്തത് വരുന്നത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതായത് ഗുഡ്വിൽ അല്ലാതെ മറ്റേതെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കുക. നമ്മൾ മാർക്ക് ചെയ്തതാണ്. ഏതാണ് നമ്മൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് വരുന്നത്? 1 കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും 2 പേറ്റൻറ്റ് റൈറ്റും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റം നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റില്ല, പകരം അതിന് നോട്ട് നമ്പർ കൊടുത്ത് സെപ്പറേറ്റ് നിങ്ങളത് നോട്ടാക്കി എഴുതി അതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് ഇവിടേക്ക് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ സെക്കൻഡ് നോട്ട് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ 2ാമത്തെ നോട്ടിൽ നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും പേറ്റൻറ്റ് റൈറ്റുമാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1,30,000 ആണ്. പേറ്റൻറ്റ് റൈറ്റ് 60,000 ആണ്. അപ്പോൾ ടോട്ടൽ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എത്രയാണ്? 1,90,000. അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് ആണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കഴിഞ്ഞാൽ ബയോളജിക്കൽ അസറ്റ്സ് ആണ് ഫോർമാറ്റിലുള്ളത്. ബയോളജിക്കൽ അസറ്റ്സും ബെയറർ പ്ലാന്റ്സ് ഇതൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റിസീവബിൾ, ലോൺ.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ഓക്കെ. ദെൻ ട്രേഡ് റിസീവബിൾ ലോങ് ടേം നമുക്ക് തന്നിട്ടില്ല, ഷോർട്ട് ടേം മാത്രമാണ് തന്നിട്ടുള്ളത്. സോ അപ്പോൾ ട്രേഡ് റിസീവബിൾ വരില്ല. ലോൺ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അതായത് ഒരു കമ്പനി ലോൺ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഡെബിറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ലോൺ എന്ന് പറയുന്ന ഐറ്റം അവിടെ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ്? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ലോൺ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് എടുത്തെഴുതാം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഐറ്റം 1 lakh നമ്മൾ എഴുതി. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ് ഐറ്റം വരുന്നത്, ബട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി, 1 lakh. ദെൻ ലോൺസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ലോൺ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ഡെബിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു അത് കമ്പനി കൊടുത്ത ലോണാണ്, കമ്പനി പുറത്തുള്ളവർക്ക് കൊടുത്ത ലോണാണ്. അപ്പോൾ ലോൺ എന്ന് പറഞ്ഞ് 60,000 എമൗണ്ട് എഴുതാം. ഓക്കെ. അപ്പോൾ അതോടുകൂടി നമ്മുടെ നോൺ കറൻറ്റ് അസറ്റ് കഴിഞ്ഞു. അടുത്തത് കറൻറ്റ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. കറൻറ്റ് അസറ്റിൽ നമ്മൾ ഇൻവെൻട്രീസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇൻവെൻട്രീസ് നമുക്ക് തന്നിട്ടുണ്ട്, 1 lakh ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അത് എടുത്തെഴുതാം. ദെൻ അടുത്ത ഐറ്റം ഫിനാൻഷ്യൽ അസറ്റാണ്. ഫിനാൻഷ്യൽ അസറ്റിൽ ട്രേഡ് റിസീവബിൾസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. നമ്മൾ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കറൻറ്റ് അസറ്റാണ്. അപ്പോൾ ട്രേഡ് റിസീവബിൾ 10,000 നമ്മൾ ഇവിടെ എടുത്തെഴുതാം. ദെൻ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡിനെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് എന്ന് പറഞ്ഞിട്ട് 20,000 എമൗണ്ട് എഴുതാം. ക്യാഷ് ഇൻ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 30,000 എമൗണ്ട് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കറൻറ്റ് അസറ്റും നോൺ കറൻറ്റ് അസറ്റും നമ്മൾ എഴുതി. ഇനി ഇത് നമുക്ക് ടോട്ടൽ ചെയ്യാം, എത്രയാണ് എമൗണ്ട് വരിക എന്നുള്ളത് നോക്കാം. അസറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 13,40,000 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് അതർ സൈഡ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഫസ്റ്റ് ഹെഡിങ് ഇക്വിറ്റി ആണ് അല്ലേ. ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 5 lakh ആണ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതല്ല ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ എത്രയാണോ കമ്പനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ എത്രയാണോ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh. ദെൻ അതർ ഇക്വിറ്റി എന്നുള്ളതാണ് അടുത്ത ഐറ്റം. ഈ അതർ ഇക്വിറ്റിയിലാണ് നമ്മൾ റിസർവ്, കമ്പനിയുടെ സർപ്ലസ്, ഇതെല്ലാം ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം, സർപ്ലസ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു നോട്ടാക്കിയിട്ട് നോട്ട് നമ്പർ കൊടുക്കുക. മൂന്നാമത്തെ നോട്ടിൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞ് നോട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുക. അതിൽ ക്യാപിറ്റൽ റിസർവ് 1,30,000, സെക്യൂരിറ്റി പ്രീമിയം 50,000, ജനറൽ റിസർവ് 30,000, സർപ്ലസ് 70,000. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടും 2,80,000 ആണ് ടോട്ടൽ അതർ ഇക്വിറ്റിയിൽ വരുന്നത്. അപ്പോൾ ആ 2,80,000 നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതാം. നെക്സ്റ്റ് സെക്കൻഡ് ഹെഡിങ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക. ലയബിലിറ്റീസിൽ 2 ടൈപ്പ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ട്. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ട്, കറൻറ്റ് ലയബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ ആദ്യം വരുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ്. അതിൽ ഫസ്റ്റ് ഡിബഞ്ചർ, 8% ഡിബഞ്ചർ നമ്മളവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ 8% ഡിബഞ്ചറാണ് ഇവിടെ ലോങ് ടേം ലയബിലിറ്റി ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഡിബഞ്ചർ എന്നല്ല അവിടെ കൊടുക്കേണ്ടത്, ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നതിൽ ഈ 8% ഡിബഞ്ചറാണ്, ആ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സ് 3 lakh. ദെൻ മറ്റൊരു ഐറ്റം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നോൺ കറൻറ്റ് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആ എമൗണ്ട് നിങ്ങൾ എടുത്തെഴുതാം, 1,20,000. ദെൻ പ്രൊവിഷൻസ് തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ ലോങ് ടേം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ടാണ്. ആ പ്രൊവിഷൻസ് നമ്മൾ 70,000 ഇവിടെ കാണിക്കാം. ഓക്കെ. സോ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഇത്രയേ ഉള്ളൂ. അടുത്തത് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. കറൻറ്റ് ലയബിലിറ്റീസിൽ
നമുക്കറിയാം 1 ഇയർ വരുന്ന ലയബിലിറ്റീസാണ് ഈ കറണ്ട് ലയബിലിറ്റീസ്. അതിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് സൺട്രി ക്രെഡിറ്റർ ആണ് അല്ലേ. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നതിന് പകരം ട്രേഡ് പേയബിൾ എന്നാണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. ട്രേഡ് പേയബിൾ എത്രയാണ് തന്നിട്ടുള്ളത്? 60,000. ഓക്കെ. നെക്സ്റ്റ് അതർ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അതർ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ നോട്ട് ചെയ്തതാണ് അൺപെയ്ഡ് ഡിവിഡൻറ്റും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും. ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതർ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയാണത്. അപ്പോൾ ആ 2 ഐറ്റവും നമ്മൾ നോട്ടിൽ പ്രൊവൈഡ് ചെയ്യുക. സോ നോട്ട് നമ്പർ 4 പ്രൊവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ നോട്ടായിട്ട് കാണിക്കാം. സോ നോട്ട് നമ്പർ 4 അതർ കറണ്ട് ലയബിലിറ്റീസ് അൺപെയ്ഡ് ഡിവിഡൻറ്റ് 3,000, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 7,000. അപ്പോൾ ഈ 2 ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 വരും. ഈ 10,000 ആണ് നമ്മൾ അതർ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ അതർ കറണ്ട് ലയബിലിറ്റി നമ്മൾ എടുത്തെഴുതി 10,000. ഇനി നമ്മൾ ഈ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അസറ്റിന് ഈക്വലായിട്ട് തന്നെ നമുക്ക് കിട്ടും 13,40,000. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ അതിൽ ഓരോ ഐറ്റവും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് മാർക്ക് ചെയ്യാം. ഏത് അണ്ടറിലാണ് വരുന്നത്, ഏത് ഹെഡിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യാം. നോൺ കറൻറ്റ് അസറ്റാണോ, കറൻറ്റ് അസറ്റാണോ, നോൺ കറൻറ്റ് ലയബിലിറ്റി ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ലാത്ത ഒരു ബാലൻസ് ഷീറ്റാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റ്, ഈ ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് നിങ്ങൾ 2-3 തവണ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റ് കാണാതെ പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.